ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിലും കാര്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഐഫോൺ 15 15+ ഒക്കെ നമുക്കിപ്പോൾ നല്ല വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റും. ഒരു ഓൾമോസ്റ്റ് ഒരു 25 to 30K നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു പരിപാടിയും ഓഫേഴ്സും സംഭവങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈനിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ പുതിയ ചാനലാണത്, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണം. അപ്പോൾ റീസെൻ്റ്ലി തന്നെ ഞാൻ എൻ്റെ S23 ഇതുപോലെ നമ്മളെ എന്താ പറയുക എക്സ്ചേഞ്ച് ഓഫറും അതുപോലെ തന്നെ നല്ല ഡീലിൽ ഓൾമോസ്റ്റ് ഒരു 35,000 നമുക്ക് ഡീലിന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്ത സംഭവം, എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനൽ ഇട്ടുണ്ട്, ഇപ്പോൾ കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഐഫോൺ 15 ഞാൻ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓൾറെഡി ഉള്ളത് എൻ്റെ ഐഫോൺ 13 ആണ്. ഇത് ഓൾമോസ്റ്റ് 1 year കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു എനിക്ക് ഓഫർ ഞാൻ ആക്ച്വലി ഓർഡറും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 35,000 ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്തു. എന്നുവെച്ചാൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, ചുമ്മാ 35,000 കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വാങ്ങിക്കുന്നത് വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഈ സാധനം ആക്ച്വലി ഒരു 72, 73, 72,000 അതുപോലെ തന്നെ പ്ലസ് വേരിയൻ്റ് ആണെങ്കിൽ 82,000 നമുക്ക് അവൈലബിൾ ആണ്. അതും പോരാണ്ട് നമുക്ക് നിങ്ങളുടെ HDFC ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് 4,000 rupees ഡിസ്കൗണ്ട് ഇടുന്നുണ്ട്. അതും പോരാണ്ട് നമുക്ക് ഓൾമോസ്റ്റ് 53-54,000 എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ട് തരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 25 to 30,000 താഴെ നമുക്ക് ഈ സാധനം ഡീൽ വരും. ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഫോണിൻ്റെ പ്രൈസ്. ഇപ്പോൾ ഞാൻ ഐഫോൺ 13 പ്രൈസ് ഇവർ പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 30,000 ആണ്. 30 to 31, 32,000 ഒക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 38,000 ഐഫോൺ 15 കിട്ടും. സംഭവം കുറച്ച് ഉടായ്പ തന്നെയാണ്. എന്ന് വെച്ചാൽ പ്രൈസ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഐഫോണിനും വില എക്സ്ചേഞ്ച് വാല്യൂ സംഭവമൊന്നും ഇല്ല കേട്ടോ. അത് വേറെ കാര്യം എടുത്ത് പറഞ്ഞോട്ടെ. പോരാത്തതിന് പിന്നെ നമുക്ക് അവർ കുറെ എക്സ്ട്രാ സൈഡിൽ കൂടെ കുറെ ഉടായ്പ ചാർജുകളൊക്കെ എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയുക, പ്ലാറ്റ്ഫോം ഫീ, അതുപോലെ തന്നെ ഗ്രീൻ ചാർജ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എക്സ്ട്രാ ചാർജ് എടുക്കുന്നുണ്ട്. എന്നാലും പിന്നെ ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ ഫ്ലിപ്കാർട്ട് ഇതേകൂടെ സൈഡ് ചാർജുകൾ കുറെ ഇഷ്ടംപോലെ ഉടായ്പ സംഭവം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാൻ മറക്കണ്ട. ഓവറോൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രം ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്താൽ മതി. വെച്ചാൽ വേറെ ഒറ്റ ബ്രാൻഡുകൾ ഇതുപോലെ ഉടായ്പ പരിപാടികളൊന്നും ഇപ്പോൾ ആമസോണൊക്കെ എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ ആമസോണിൽ ഇതുപോലെ ഉടായ്പ ചാർജുകളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് ചുമ്മാ ഞാൻ ഫ്ലിപ്കാർട്ടിൽ കാണിച്ചു തരാം. അവർ കുറെ സൈഡ് ഇതുപോലെ ചാർജ് പിടിക്കുന്നുണ്ട്, ആരും നോട്ടീസ് ചെയ്യുന്നില്ല. അതാണ് വേറെ കാര്യം. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ പോയിട്ട് ഞാൻ ഇപ്പോൾ ഐഫോൺ എടുത്തു. ഇപ്പോൾ നമുക്ക് ഐഫോൺ പ്രൈസ് വന്നേക്കുന്നത് ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഐഫോൺ 15 ഇപ്പോൾ പ്രൈസ് വരുന്നത് 66,999 ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്, ഫ്ലിപ്കാർട്ടിൽ ഭയങ്കര പ്രൈസ് കുറയുന്നുണ്ട്. അതൊരു പോസിറ്റീവ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സെയിം സാധനം ആമസോണിൽ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 72,000 വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ഇതിൽ എക്സ്ചേഞ്ച് ഓഫറും കൊടുത്തു. ഇപ്പോൾ ഞാൻ ഇതിൽ S23 കാണിച്ചിരുന്നു. അപ്പോൾ അതാണ് ചുമ്മാ കൊടുക്കാം. S23 പ്രൈസ് ഒരു കൊടുത്തേക്കുന്നത് 30 ഓൾമോസ്റ്റ് അതിൻ്റെ അതിൻ്റെ കഴിയും ഓൾമോസ്റ്റ് സെയിം പ്രൈസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ എന്നിട്ട് ബൈ കൊടുത്തു. സ്കിപ്പ് ഇതാ അത് അത്യാവശ്യം ഇപ്പം നല്ല ഓഫർ വരുന്നുണ്ട്. നമുക്ക് കാർഡ് ഓഫറും വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ ICICI കാർഡ് ഉണ്ടെങ്കിൽ ICICIയുടെ റൂപേ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട്, അതായത് മാക്സിമം 1,000 രൂപ ഡിസ്കൗണ്ട്. അതുപോലെ HSBC ഉണ്ടെങ്കിൽ മാക്സിമം 1,500 രൂപയുടെ ഡിസ്കൗണ്ട്. UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ 750 രൂപയുടെ ഡിസ്കൗണ്ട്. HDFC ആണെങ്കിൽ എക്സ്ട്രാ നമ്മൾ നേരത്തെ അല്ലാണ്ട് 1,000 രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ICICI ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് EMI ആണെങ്കിൽ നമുക്ക് 1,250 രൂപയുടെ, ആക്സിസ് ബാങ്ക് ആണെങ്കിൽ 5% ഡിസ്കൗണ്ട്. അങ്ങനെ കുറച്ച് ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഒരു 39,000 38,000 ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു ഡീല് തന്നെയാണ്. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഐഫോൺ 12, 11 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മാറ്റാം ഐഫോൺ 15ലേക്ക്. ഐഫോൺ 13 ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 2 കൊല്ലമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. എൻ്റെ കയ്യിൽ പക്ഷേ അത് 1 കൊല്ലത്തി 1 year 2 months ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ മാറ്റാനുള്ള ഡിഫറൻസ് എന്ന് പറയാനുള്ളത് ഒരു സെൻസർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ബാക്കിലത്തെ ക്യാമറയുടെ. ഫ്രണ്ടിലത്തെയും ചെറുതായിട്ട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ വലിയ മാറ്റാനുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഡിസ്പ്ലേ നമുക്ക് കുറച്ച് ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റേ പുതിയതായിട്ടുള്ള ഐലൻഡ് വന്നിട്ടുണ്ട്. അതല്ലോ, വേറെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഞാൻ കമ്പയർ ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഷോറൂമിലൊക്കെ പോയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഫ്രണ്ട് ക്യാമറ മാത്രം ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കാണുമ്പോൾ. പക്ഷെ നമുക്ക് ഇതിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നപ്പോൾ ഇപ്പോഴും ക്യാമറ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഐഫോൺ 13 സീരീസിലൊക്കെ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ 13 സീരീസിലുള്ളവർ ഞാൻ മാറ്റണ്ടെന്ന് തന്നെ പറയുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് പുതിയ ലുക്ക് അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആണ് നമ്മുടെ 15 വരുന്നത്. ബ്ലാക്ക് കളർ അത്യാവശ്യം കുഴപ്പമില്ലാതാണ്. ബാക്കി എല്ലാം കൂറ കളറാണ്, ഒരു ഗേളിഷ് കളറാണ്. ബാക്കിയൊക്കെ സെയിം ആണ്. ഫ്രണ്ട് ബാക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വേറെ കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മാറ്റാൻ റെക്കമെൻഡ് ഇല്ല. 13 അല്ല 12, 11 അവരൊക്കെ ആണെങ്കിൽ 10 അവരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് മാറ്റണം. നല്ല ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഇതാണ് നമുക്ക് iPhone 15 ഡീൽ അവിടെ നിന്ന് വാങ്ങിക്കാം. അതുപോലെ തന്നെ S23, S24 അതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡീൽ വാങ്ങിക്കാം. നമ്മളെ വീഡിയോ കണ്ടോക്കാം, നമ്മൾ മെയിൻ ചാനൽ ഇട്ടിട്ടാ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.